ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഭദ്രകാളി നമസ്തുഭ്യം ഭദ്രേ വിദ്രാവിദാസുരേ. രുദ്രനേത്ര അഗ്നിസംഭൂതേ ഭദ്രമാശു പ്രയച്ഛമേ. ചോറ്റാനിക്കരയിൽ നിന്ന് ഞങ്ങൾ 108 ദുർഗാലയങ്ങൾ സന്ദർശിക്കുന്ന പദ്ധതി ഇന്ന് 4ാമത്തെ ക്ഷേത്രം ആയ ഇരിങ്ങോൾ കാവിലെത്തിയിരിക്കുകയാണ്. ഇരിങ്ങോളം എന്ന് പറയുന്ന ഇരിങ്ങോൾ കാവ്. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രം വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇതൊരു സന്ദർശിച്ച് പോകുന്നുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ടൗണിൽ വലിയൊരു വനം, ഒരു നിബിഡ വനം, ഒരു 10-15-20 കിലോമീറ്റർ ഏക്കർ ഭൂമിയിൽ വലിയ നിബിഡമായൊരു വനം, ആ വനത്തിലാണ് ഈ കാവുള്ളത്. അതുതന്നെ ആളുകൾക്ക് വലിയ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഒരിക്കൽ വന്നാൽ പിന്നെ വരാൻ തോന്നും. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. അപ്പോൾ ഈ ഇരിങ്ങോൾക്കാവ് 108 ദുർഗാലയങ്ങളിലേക്ക് ഞങ്ങൾ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബിൽ ഞങ്ങളത് സമർപ്പിക്കുകയാണ്. അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഇരിങ്ങോൾക്കാവ് മുൻപ് നാഗഞ്ചേരി മനക്കാരുടെ ആയിരുന്നു. പിന്നീടാണ് അത് ദേവസ്വം ബോർഡിന് കീഴിലായത്. ഈ നാഗഞ്ചേരി മന ഇപ്പോഴും വളരെ അതിൻ്റെ സൂക്ഷിപ്പ് അവരുടെ കസ്റ്റഡി തന്നെയാണ്. പക്ഷേ അവിടെ താമസക്കാരൊന്നുമില്ല. അതിന് പ്രത്യേകം വാച്ച്മാനൊക്കെ ഉണ്ട്. അവിടെ സന്ദർശിക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ പൗരാണികമായിട്ടുള്ള ആ മനയിൽ മുഴുവൻ കാര്യങ്ങളും അവിടെ പോയാൽ കാണാൻ പറ്റും. പക്ഷേ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു യഥാർത്ഥ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. കാരണം ആ പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളെ സംരക്ഷിക്കുന്നില്ല. അത് മിക്കവാറും നാശാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴും അതെല്ലാം വളരെ പഴകി ദ്രവിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴും ഈ അവസ്ഥയിലും നമ്മൾ ചെന്ന് കാണുമ്പോൾ ആ ഒരു പൗരാണികത്വത്തിൻ്റെ, ആ പൈതൃകത്വത്തിൻ്റെ ഒരു 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 ആഢ്യത്വം അതവിടെ കാണാനുണ്ട്.